തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്നത് കണ്ടെത്തിയ 3 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി തിരൂരങ്ങാടി നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. രാത്രികാലങ്ങളിലും പകൽ സമയത്തും നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്നത് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് സ്ഥാപനങ്ങൾക്ക് 30,000 രൂപയാണ് പിഴ ചുമത്തിയത്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി അജൈവ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുവാനോ കത്തിക്കുവാനോ പാടുള്ളതല്ല. ഇവ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനായി നഗരസഭ ഏർപ്പെടുത്തിയ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി സംസ്കരിക്കുന്നതിന് നൽകണമെന്നാണ് നിയമം. ഇത് സംബന്ധിച്ച് കേരള മുനിസിപ്പാലിറ്റി ആക്ട് സർക്കാർ ഭേദഗതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുപ്രകാരം സ്ഥാപനത്തിന് പരിസരങ്ങളിൽ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതോ കത്തിക്കുന്നതോ കുറ്റകരവും ശിക്ഷാർഹവുമാണ്. ഹരിതകർമ്മസേനയ്ക്ക് അജൈവ പാഴ്വസ്തുക്കൾ നൽകാതിരിക്കുന്നതും കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമായ കുറ്റമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന അഭയ വേൾഡ്, വിൻഡോ ഗ്ലാസ് ഡിസൈൻ, TGI ബിൽഡിംഗ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിച്ചതിന് 10,000 രൂപ വീതം പിഴ ചുമത്തിയത്. മലിനജലം കടലുണ്ടിപ്പുഴയിലേക്ക് ഒഴുക്കിയ ബേക്കോൺ എന്ന സ്ഥാപനത്തിന് 20,000 രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട്. സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ പാഴ്വസ്തുക്കൾ വേർതിരിച്ച് സംസ്കരിക്കുവാൻ കഴിയുന്നത് സംസ്കരണത്തിനായി അയക്കുകയും സംസ്കരിക്കാൻ കഴിയാത്ത പാക്കിംഗ് കവറുകൾ, ചെരുപ്പ്, ബാഗ് മുതലായ വസ്തുക്കൾ സിമന്റ് ഫാക്ടറികളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നതിനും കയറ്റി അയക്കുകയാണ് നഗരസഭ ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇതിനായി യൂണിവേഴ്സൽ ബയോഗ്യാസ് എന്നൊരു സ്ഥാപനവുമായി നഗരസഭ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 1 വർഷം ഏകദേശം 30 ലക്ഷം രൂപ ഇത്തരത്തിൽ പാഴ്വസ്തുക്കൾ സംസ്കരിക്കുന്നതിനു വേണ്ടി നഗരസഭയ്ക്ക് ചെലവ് വരുന്നുണ്ട്. പൊതുജനങ്ങൾ നഗരസഭയുമായി സഹകരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് മാത്രം അജൈവ പാഴ്വസ്തുക്കൾ നൽകേണ്ടതാണ്. അല്ലാതെ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുവാനോ കത്തിക്കാനോ പാടുള്ളതല്ലെന്ന് ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ TK പറഞ്ഞു. പരിശോധനയ്ക്ക് ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ TK, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് AP, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 1 സ്മിത PP എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.